സമ്മതിച്ചു. അങ്ങനെ വീട്ടിലെത്തി. അവൻ പതുക്കെ അത് മറന്നു തുടങ്ങി. ഞങ്ങൾക്കും ഓർമ്മയിൽ നിന്ന് അത് പോയി. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞു പോയി. ഒരു ഓണക്കാലത്താണെന്ന് തോന്നുന്നു. അടുത്തുള്ള മൈതാനത്ത് ഒരു റോഡ് ഷോയോട് അനുബന്ധിച്ച് ഫെഡറൽ ബാങ്ക് മനോരമ ഒക്കെ ചേർന്ന് നടത്തിയ ഒരു മത്സരം. ക്രിക്കറ്റ് സ്റ്റമ്പ് ഫിംഗർ ടിപ്പ് ബാലൻസ് ചെയ്ത് നിർത്തുന്ന ഒരു കോമ്പറ്റീഷനാണ്. മോൻ അച്ഛനെയും കൊണ്ടുപോയി. അവൻ ചെറിയ കുട്ടിയായതുകൊണ്ട് അച്ഛൻ അതിൽ പങ്കെടുത്തു. ഒരുപാട് ആളുകൾ അതിൽ മത്സരിച്ച് സ്റ്റമ്പ് വീണ് ഔട്ടായി. ഹസ്ബൻഡ് ഓരോ റൗണ്ട് കയറിപ്പോയി ലാസ്റ്റ് റൗണ്ടിൽ കാല് ഒരു കാർഡ്ബോർഡ് ബോക്സിൽ തട്ടി സ്റ്റമ്പ് വീണു. 10 സെക്കൻഡ് കൂടെ മറ്റേ ആൾക്ക് അത് നിലനിർത്താൻ സാധിച്ചു. അയാൾക്ക് അങ്ങനെ ഫസ്റ്റ് പ്രൈസ് കിട്ടി. എന്റെ ഹസ്ബൻഡിന് മോന് സെക്കൻഡ് പ്രൈസാണ് കിട്ടിയത്. കിട്ടിയ സമ്മാനം എന്താണെന്നോ? ഗുരുവായൂർ വിട്ടു പോയ ശേഷം ആ വെയിറ്റ് ബാഗിനെ പറ്റി ആലോചിച്ചിട്ടേയില്ല. അതേ ടോപ്പ് ക്വാളിറ്റിയിലുള്ള ഒരു ബാഗ്, വേസ്റ്റ് ബാഗ്. അപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർമ്മ വന്നത്. അന്ന് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞ സംഭവം നമ്മൾ മറന്നു. പക്ഷേ ഇത്രയും കാര്യങ്ങൾ സമ്മാനം കിട്ടാനുണ്ടായിട്ട് ഇതേ കാര്യമാണ് മകന് സമ്മാനം കിട്ടുന്നത്. അതും 2ാം സമ്മാനമായി പോയതുകൊണ്ട് തന്നെ കിട്ടിയൊരു സംഭവം. അപ്പൊ തൊഴുത് ഇറങ്ങിയിട്ട് സങ്കടപ്പെട്ട് വീട്ടിൽ വന്ന മോൻ ഭഗവാന് ഈ സമ്മാനം ഇവിടെ എത്തിച്ചു കൊടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയല്ലേ? അതാ പറഞ്ഞത്, നമ്മൾ മറന്നാലും ഭഗവാൻ ഇതൊന്നും മറക്കില്ല. നമ്മൾ കുട്ടികൾക്കായാലും ചെറിയ കുട്ടികൾക്കായാലും വാക്ക് കൊടുക്കുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കണേ.